സിജു, ഗുഡ് മോർണിംഗ്. കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഏറ്റവും മനോഹരമായി ഇന്ന് രഥോത്സവം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസം കൂടിയാണല്ലേ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ ചടങ്ങുകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ്. ആഘോഷങ്ങൾ ഈ സെപ്റ്റംബർ 22 മുതലാണ് ആരംഭിച്ചത് നവരാത്രി ആഘോഷം. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് മഹാനവമി ദിവസമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ രഥോത്സവം നടക്കുന്നത്. രഥോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പുഷ്പരഥോത്സവമാണ്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം, പുഷ്പങ്ങളാൽ ഈ ക്ഷേത്രം രാവിലെ മുതൽ അലങ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 ഈ പുഷ്പരഥോത്സവത്തിൻ്റെ മുഹൂർത്തം കണക്കാക്കിയിരിക്കുന്നത്. ധനുർലഗ്ന മുഹൂർത്തത്തിൽ മുഖ്യ തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിൽ, നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കും. നവരാത്രി ആഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ, ഒന്ന് മഹാനവമി ദിവസം, മറ്റൊന്ന് വിജയദശമി ദിവസം. മഹാനവമി ദിവസം ഈ പുഷ്പരഥോത്സവം കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. അതോടൊപ്പം തന്നെ നാളെ വിദ്യാരംഭ ചടങ്ങുകൾ വിജയദശമി ദിനത്തിൽ നടക്കും. അതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കർണാടക ഉടുപ്പി ജില്ലയിലാണ് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളിൽ 80-90% മലയാളികളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഉടുപ്പി ജില്ലയിലെ ക്ഷേത്രം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും രഥോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. രാവിലെ തന്നെ തൊഴാൻ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിനകത്തേക്ക്, ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ട്. മലയാളികൾ തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. എല്ലാ വർഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. ഞങ്ങളെ ഒരു 2-3 വണ്ടി ബസ്സായിട്ട് വരുന്നുണ്ട്. എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നു. അതെ, സന്തോഷം. പാലക്കാട് തന്നെ. ഞങ്ങളെല്ലാവരും പാലക്കാടാണ്. കണ്ണൂർ. മനു, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരിയിൽ നിൽക്കുന്നത്, തൊഴാൻ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മലയാളികളാണ്. ഇന്ന് ഈ പ്രധാനപ്പെട്ട ചടങ്ങ് ഉച്ചയ്ക്ക് 1:15 നടക്കുന്നത്. പുഷ്പരഥോത്സവമാണ്. ഞാൻ നിൽക്കുന്ന ഈ ശ്രീകോവിലിന് ചുറ്റുമായി പുഷ്പരഥത്തിൽ ദേവി എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. പുഷ്പരഥത്തിൽ ദേവിയുടെ എഴുന്നള്ളത്ത് കാണുന്നതിന് വേണ്ടിയും രഥം ബലിക്കുന്നതിന്, അതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകളിലെത്തുന്നു. അതിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നുള്ളതാണ് പ്രത്യേകത. നാളെ വിജയദശമി ദിനത്തിൽ അതിരാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ 2 ദിവസം, പ്രത്യേകതയുള്ള 2 ദിവസം, മഹാനവമി ദിവസവും വിജയദശമി ദിവസവും രാവിലെ 3 മണി മുതൽ നട തുറക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനുണ്ട്. 3 മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. അല്പസമയം മുമ്പ് ശീവേലി കഴിഞ്ഞു. എഴുന്നള്ളത്ത് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ഇനി രഥോത്സവത്തിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. പുഷ്പരഥോത്സവമാണ്. രഥം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനായി, ദേവിയുടെ എഴുന്നള്ളത്തിനായി, മൂകാംബിക ദേവിയുടെ എഴുന്നള്ളത്തിനായി രഥം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ, വളരെ നേരത്തെ തന്നെ ഈ രഥോത്സവത്തിന് വേണ്ടി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, നേരത്തെ സംസാരിച്ചവർ പാലക്കാട് നിന്നാണ്, അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. രഥം അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. ഈ രഥത്തിലാണ് ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. ഈ ശ്രീകോവിലിന് ചുറ്റും വലം വെച്ച ശേഷം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, നാണയത്തൊട്ടുകൾ ഇതിനകത്ത് നിന്ന് എറിയുമെന്നുള്ളതാണ്. മൂകാംബികയെ വിശ്വസിക്കുന്ന ആളുകൾ ഐശ്വര്യത്തിൻ്റെ ദേവത, സമ്പൽ സമൃദ്ധിയുടെ ദേവത, ഇഷ്ടവരദായിനി, അതായത് എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുക്കുന്ന ദേവി എന്ന രീതിയിലാണ് മൂകാംബിക ദേവിയെ വിശ്വാസികൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാണയത്തൊട്ടുകൾ ഇതിൽ നിന്ന് വലിച്ചെറിയും.
തിരിച്ചറിയുമ്പോൾ അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ആളുകൾ ശ്രമിക്കാറുണ്ട്. ആ നാണയം കൈവശം വെച്ചാൽ ഐശ്വര്യം ലഭിക്കുമെന്നുൾപ്പെടെയാണ് ഇവരുടെ വിശ്വാസം. ആ രഥം ഇപ്പോൾ അവസാന വട്ട ഒരുക്കത്തിനാണ്. ഏതായാലും നിരവധി മലയാളികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ രഥോത്സവം കാണുന്നതിന് വേണ്ടി, അതോടൊപ്പം വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.